ആലപ്പുഴയിൽ വൈകല്യത്തോടെ നവജാത ശിശു ജനിച്ചതിൽ സ്കാനിംഗ് നടത്തിയ ലാബിൽ ഒരേ ഡോക്ടർ നൽകിയ റിപ്പോർട്ടിൽ രണ്ടൊപ്പ്. മിഡാസ് ലാബിൽ നടത്തിയ പരിശോധനയിലാണ് ഒരേ ഡോക്ടർക്ക് രണ്ടൊപ്പ്. ഷൈജു ചേരുന്നുണ്ട്. ഷൈജു, ഈ സ്കാനിംഗ് നടത്തിയ ലാബിൽ ഈ രണ്ടൊപ്പ് എന്ന് പറയുന്നത്, അതായത് പരിശോധനയിൽ ഒരേ ഡോക്ടറാണ് പരിശോധിച്ചിരിക്കുന്നത്, ഇതെങ്ങനെ രണ്ടൊപ്പ് വന്നു? ധന്യ, അതായത് ഈ സ്കാനിംഗ് നടത്തുമ്പോൾ ഡോക്ടർ ഉണ്ടാവണം എന്ന ഒരു മാനദണ്ഡമുണ്ട്. ഈ മാനദണ്ഡം പാലിച്ചിട്ടില്ല എന്ന് നേരത്തെ രഹസ്യാന്വേഷണ വിഭാഗം നടത്തിയ അന്വേഷണത്തിൽ തെളിഞ്ഞതായി വാർത്തകൾ വന്നതായിരുന്നു. അത് ഡോക്ടർ സാന്നിധ്യം ഇല്ലായിരുന്നു എന്ന് തെളിയിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ സംശയം. അതായത് സ്കാനിംഗ് നടത്തിയ ലാബിൽ ഒരേ ഡോക്ടർക്ക് രണ്ടൊപ്പ് നൽകി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വൈരുദ്ധ്യമായി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ റേഡിയോളജിസ്റ്റ് ഡോക്ടറായ മനോജ് പ്രഭാകറിന്റെ ഒപ്പിലാണ് കൃത്രിമം നടന്നതായി കണ്ടെത്തിയിരിക്കുന്നത്. ആ ഒപ്പ് കാണുമ്പോൾ തന്നെ അറിയാം, ഒരെണ്ണത്തിൽ ഒപ്പല്ല മറ്റേ ഒപ്പ്. ഇതിലേതാണ് മനോജിന്റെ ഒറിജിനൽ ഒപ്പ് എന്ന് സംബന്ധിച്ച ഒരു ദുരൂഹതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വിദഗ്ധ സംഘത്തിന് മുന്നിലേക്ക് ഉന്നയിക്കും എന്നാണ് ഇപ്പോൾ അനീഷ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലാബിനെ കുറിച്ചുള്ള സംശയങ്ങൾ ശരിവെക്കുന്നതാണ് ഇപ്പോൾ ഈ കാണുന്ന ഒപ്പിലെ വൈരുദ്ധ്യം തന്നെയാണ്. നേരത്തെ തന്നെ വലിയ പ്രതിഷേധം ലാബിനെതിരെ ഉയർന്നിരുന്നു. ഒരു കൃത്രിമം നടന്നു എന്നത് ലാബിൽ നിന്നാണെന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ആ രീതിയിൽ തന്നെയാണ് അന്വേഷണവും പോകുന്നതെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളതിൽ കൃത്യമായിട്ട് നമുക്കൊരു ഞാൻ വരാം. ഷൈജു, ഇപ്പോൾ കുഞ്ഞിന്റെ പിതാവ് അനീഷ് ചേരുന്നുണ്ട്. അനീഷ്, രണ്ടൊപ്പാണ് അവിടെ പരിശോധന റിപ്പോർട്ടിൽ ഇട്ടതായി കണ്ടിരിക്കുന്നത്. താങ്കളുടെ ഉൾപ്പെടെയുള്ള സംശയം ശരിവെക്കുന്നതല്ലേ കാര്യങ്ങൾ? തീർച്ചയായിട്ടും മാഡം, ഞാനിപ്പോ ഇന്ന് ഈ സ്കാനിംഗ് സെന്റർ നമ്മുടെ വിദഗ്ധ സമിതി സംഘമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അതിനെക്കുറിച്ച് ഓരോ പേപ്പറുകൾ അവർക്കെടുത്ത് കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് പിന്നെ അതിനകത്ത് നിന്ന് എനിക്ക് ഫസ്റ്റും സെക്കൻഡും എടുത്തിരിക്കുന്ന സ്കാനിങ്ങിൽ ഡോക്ടറുടെ പേര് ഒന്ന് തന്നെ. പക്ഷെ ഒരെണ്ണം കറക്റ്റ് ഒപ്പും ഒരെണ്ണം ഒരു വരയും ഒരു കുറിയും മാത്രമേ ഉള്ളൂ. അതൊന്ന് ക്ലാരിഫൈ ചെയ്യണം. അതായത് ഇത് താങ്കൾ പറഞ്ഞിരുന്നോ ഈ അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തിന്റെ അടുത്ത് ഈ സംശയം നേരത്തെ പറഞ്ഞില്ല? അവരോട് എനിക്ക് പറയുന്നില്ല. ഞാൻ ഇതിന്റെ ഒറിജിനൽ നോക്കി കഴിഞ്ഞിട്ടാണ്, അവിടുന്ന് ഇറങ്ങി കഴിഞ്ഞിട്ടാണ് ഒറിജിനൽ വണ്ടിക്കകത്തിരിക്കുവായിരുന്നു. ഒറിജിനൽ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കാണ് കണ്ടത്. ഫോട്ടോസ്റ്റാറ്റ് എടുത്തോണ്ടുള്ള കോപ്പികളായിട്ടാണ് ഞാൻ പോയത്. അപ്പൊ ആ കോപ്പിയിലും കറക്റ്റ് ആയിട്ട് വ്യക്തമാകുന്നുണ്ട്. പക്ഷെ നമുക്ക് അതിന്റെ സത്യസന്ധമായിട്ടുള്ള കാര്യം ഒറിജിനൽ നോക്കി ക്ലാരിറ്റി ചെയ്തിട്ടേ പുറത്ത് പറയാൻ പാടുള്ളൂ. അതെ അതെ, അങ്ങനെ നോക്കിയപ്പോഴത്തേക്കാണ് അതിനകത്ത് വ്യത്യാസം കണ്ടത്. മനസ്സിലായി. പൂർണ്ണമായിട്ടും നോക്കുമ്പോഴും ഇപ്പൊ എന്റെ ക്ലാരിറ്റിയിൽ ഞാൻ പൂർണ്ണമായിട്ട് നോക്കി എനിക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഫോട്ടോസ്റ്റാറ്റ് എടുത്തതിനകത്തുനിന്ന് മനസ്സിലായപ്പോഴത്തേക്ക് ഒറിജിനലും ഫോട്ടോസ്റ്റാറ്റിലും വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് നല്ലപോലെ മനസ്സിലായിട്ടുണ്ട്. വിദഗ്ധ സംഘത്തിന്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യേണ്ട അവര് ആരോഗ്യ വകുപ്പിൽ നിന്ന് നമ്മുടെ കുഞ്ഞിനെ പരിശോധിക്കാനായിട്ട് വന്നവരാണ്. അവരുടെ ആ ഡോക്ടർമാരെല്ലാം കുഞ്ഞിനെ വളരെ നന്നായിട്ട് നോക്കുകയും അവർക്ക് എന്റെ അടുത്ത് നിന്ന് ചോദിച്ചറിയേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കുകയും എന്റെ വൈഫിന്റെ അടുത്ത് ചോദിച്ചറിയേണ്ട കാര്യങ്ങൾ അവള് കുഞ്ഞിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അവർ അതിനനുസരിച്ചുള്ള ബാക്കിയുള്ള ഫർദർ ട്രീറ്റ്മെന്റ് തിരുവനന്തപുരത്തു നിന്നോ അല്ലെങ്കിൽ ആലപ്പുഴയിൽ നിന്നോ സർക്കാർ തലത്തിൽ നിന്ന് തന്നെ ചെയ്തു കൊള്ളാമെന്നുള്ള ഒരു ക്ലാരിഫിക്കേഷൻ തന്നിട്ടുമുണ്ട്. ശരി, നന്ദി അനീഷ് പ്രതികരിച്ചതിന്. ഷൈജു, ഇത്തരത്തിലാണ് അന്വേഷണം, ആ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഇവരുടെ കയ്യിലുള്ള ഈ സെറോക്സ് കോപ്പിയിലാണ് ഇവർക്ക് ഈ കാര്യം മനസ്സിലായത് എന്ന് പറയുന്നുണ്ട്. അതായത് ഈ ഒപ്പിന്റെ കാര്യം ഉൾപ്പെടെയുള്ളത്. അപ്പം ഗുരുതരമായിട്ടുള്ള വീഴ്ച സംഭവിച്ചു ലാബിന് എന്നുള്ളത് വളരെ വ്യക്തമാവുന്നുണ്ട്. എന്ത് നടപടിയിലേക്കായിരിക്കും ഇനി കടക്കുക? അതായത് ഈ ലാബ് ആണ് കൃത്രിമം കാണിച്ചതെന്നും അവർക്ക് സൂക്ഷ്മതയില്ലായിരുന്നു എന്നുമുള്ള DMOയുടെ റിപ്പോർട്ട് നേരത്തെ തന്നെ ആരോഗ്യവകുപ്പിന് ലഭിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും ഈ ലാബിന്റെ ഇത്തരം പ്രവർത്തനങ്ങളെ കുറിച്ച് ഈ അന്വേഷണത്തിന്റെ ഭാഗമായി വരാനുള്ള സാധ്യത ഏറെയാണ് എന്നത് നമുക്ക് നേരത്തെ തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ ലാബുകൾക്കെതിരെയുള്ള ഒരു നടപടിയിലേക്കായിരിക്കും ഇത് നയിക്കുന്നത്. അത്തരത്തിൽ ഗുരുതരമായ ഒരു പ്രശ്നമായി തന്നെ ഇത് ആരോഗ്യവകുപ്പ് കാണും. ഇതിൽ മറ്റെന്തെങ്കിലും പരിശോധന ഇല്ലെങ്കിൽ ഇവർക്കെതിരെ ഒരു പെട്ടെന്നൊരു തുടർ നടപടി എന്നതിനപ്പുറത്തേക്ക് ഒരു വളരെ പെട്ടെന്നൊരു നടപടിയിലേക്കുള്ള കടക്കാനുള്ള അത്രയും തെളിവായല്ലോ. അപ്പം അതിനുള്ള സാധ്യത എങ്ങനെയാണ്? അതായത് ഈ
വിദഗ്ധ സംഘം ആദ്യം ഈ കുട്ടിയുടെ തുടർ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. ഇതിന്റെ വകുപ്പ് തല അന്വേഷണത്തിന്റെ ഭാഗമായുള്ള ഒരു പരിശോധനയിൽ ഇതൊക്കെയും വരും എന്നാണ്. കാരണം ഈ DMOയുടെ പ്രാഥമിക റിപ്പോർട്ട് തന്നെ ലാബുകൾ കൃത്യമായി അലംഭാവം കാണിച്ചെന്നും അവർക്ക് വന്ന പിഴവാണ് ഇത്തരം ഗുരുതരമായ പ്രശ്നത്തിലേക്ക് നയിച്ചതെന്നും നേരത്തെ തന്നെ റിപ്പോർട്ടുണ്ട്. ഈ മിഡാസ് ലാബിൽ ആദ്യകാലത്ത്, അതായത് ഗർഭത്തിന്റെ ആദ്യകാലത്ത് നടത്തിയ പരിശോധന ആയതുകൊണ്ട് ഇത്തരം പ്രയാസങ്ങൾ കണ്ടുപിടിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലല്ല തങ്ങൾ സ്കാൻ ചെയ്തതെന്നായിരുന്നു ഇവരുടെ ന്യായം. അപ്പോൾ ഇവർ ഈ സ്കാൻ ചെയ്യുന്ന സമയത്ത് ഡോക്ടർ ഉണ്ടാവണം എന്ന നിഷ്കർഷം പാലിച്ചില്ല എന്ന അനീഷിന്റെ പരാതി ശരിവെക്കുന്നതാണ് ഇപ്പോൾ ഈ ഒപ്പിന്റെ ഇതില് ഇവര് 7 തവണ ചെയ്തു എന്ന് പറയുന്നുണ്ടല്ലോ. ഈ 7 തവണയും ഇത് കണ്ടെത്തിയില്ല, ഇല്ലെങ്കിൽ അത്തരത്തിലൊരു ഒരു ചെറിയ റിപ്പോർട്ട് പോലും ഇല്ലെങ്കിൽ ഒരു പരാമർശം പോലും അതിലുണ്ടായിരുന്നില്ല എന്നുള്ളതാണോ? തീർച്ചയായും. കാരണം ആദ്യം നടത്തി ഈ മിഡാസിലായിരുന്നു. അതിനുശേഷം 5-ാം മാസവും 7-ാം മാസവും ഒക്കെ പരിശോധന നടന്നത് ശങ്കേഴ്സ് ലാബിലായിരുന്നു. ആ ലാബിന്റെ റിപ്പോർട്ടിലായിരുന്നു ഈ വിചിത്രമായൊരു മറുപടി ഉണ്ടായിരുന്നു. അതായത് നോ മേജർ അലോമി എന്ന് അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു റിപ്പോർട്ട് കിട്ടുമ്പോൾ ഈ വൈകല്യമുണ്ട് എന്ന് മാതാപിതാക്കളോട് പറയാൻ കഴിയില്ല എന്നൊരു വാദമാണ് ഡോക്ടർമാർ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലാബിന്റെ വീഴ്ചയാണ് പ്രധാനമായും സംഭവിച്ചത് എന്ന DMO റിപ്പോർട്ടിൽ ശരിവെക്കുന്ന ചില കാര്യങ്ങളുടെ ഭാഗമാണ് ഇത് എന്ന് നമുക്ക് പറയാൻ കഴിയും തന്നെയാണ്. ഇവര് നേരത്തെ പറയുന്നുണ്ടായിരുന്നു, അനീഷും വൈഫും പറയുന്നുണ്ടായിരുന്നു, ആ സമയത്ത് ലാബിലെ ഡോക്ടർമാർ ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം. അപ്പം ആ രീതിയിലായിരിക്കില്ല ഒരു പക്ഷെ അവര് മൂവ് ചെയ്യുക. കാരണം ലാബിൽ ഡോക്ടേഴ്സ് ഇല്ലാത്തത് വലിയ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ്. പക്ഷേ ലാബിലുള്ള മറ്റ് സ്റ്റാഫ് ഇത് ഒപ്പിട്ട് കൊടുക്കുക എന്നുള്ളത് അതിനേക്കാൾ വലിയ വീഴ്ചയല്ലേ? അപ്പൊ അവരുടെ പേരിൽ കൂടി കേസെടുക്കാനുള്ള സാധ്യതയാണോ കാണുന്നത്? തീർച്ചയായും അങ്ങനത്തെ ഒരു വിശദമായ ഒരു പരിശോധന നടത്തേണ്ടി വരും. കാരണം ഈ സ്കാനിങ് സമയത്ത് ഡോക്ടർ ഉണ്ടായിരുന്നോ, ഡോക്ടർ ഉണ്ടായിരുന്നില്ല എങ്കിൽ അതൊരു ഗുരുതര പ്രശ്നമായിരുന്നു. ഡോക്ടർ ഉണ്ടായിട്ടുമാണ് ഈ ഉപ്പ് വീണത് എങ്കിൽ ആരാണ് ഈ റിപ്പോർട്ട് പുറത്തേക്ക് കൊടുക്കുന്നത്, അതിന്റെ ഉത്തരവാദിത്വം ആരേൽക്കേണ്ടി വരും എന്നെ സംബന്ധിച്ചുള്ള അന്വേഷണം ഒക്കെ ഇതിന്റെ ഭാഗമായി നടക്കും എന്ന കാര്യം ഉറപ്പാണ് തന്നെ. യെസ്, ലാബിനെതിരെയും ആശുപത്രിക്കെതിരെയും ഒക്കെ വലിയ പ്രതിഷേധമാണ് നടക്കുന്നത്. ഷൈജി, പ്രതിഷേധത്തിന്റെ വിവരങ്ങൾ കൂടി. ഇന്ന് മിഡാസ് ലാബിലേക്ക് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലാണ് മാർച്ച് നടന്നത്. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ മാർച്ച് നടന്നു. മാർച്ച് പോലീസ് തടയുകയാണ് ചെയ്തത്. രാവിലെ അവർ നടത്തിയ മാർച്ചിൽ അവിടെ ഉണ്ടായിരുന്ന ഫ്ലെക്സ് ബോർഡ്, മിഡാസ് ലാബിന്റെ ബോർഡ് അവർ തകർക്കുക മാത്രമാണ് അതിൽ ഉണ്ടായ അനിഷ്ട സംഭവം എന്ന് പറയാവുന്നത്. ബാക്കി സമാധാനപരമായ മാർച്ച് അവസാനിക്കുകയായിരുന്നു. വൈകുന്നേരം ആശുപത്രിയിലേക്ക്, കടപ്പുറം ആശുപത്രിയിലേക്ക് മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മാർച്ച് നടത്തുകയും ചെയ്തിരുന്നു. അങ്ങനെ പ്രതിഷേധങ്ങൾ ദിവസവും പലതരത്തിൽ നടക്കുന്നുണ്ട്. പ്രതിഷേധം നടക്കുന്നുണ്ട് തന്നെയാണ് സർക്കാർ ഇക്കാര്യത്തിൽ ഇടപെടലും ശക്തമാക്കുന്നത്.